ഇതിലേക്ക് നമ്മൾ ചിക്കന് പകരം മുട്ട അവിച്ചിടുകയാണെങ്കിൽ അത് മുട്ടക്കറിയായി ഗൈസ്. സംഭവം എന്തായാലും രണ്ടിന് സൂപ്പർ. ഹലോ, അപ്പം ഞാൻ ചിക്കൻ കറി വയ്ക്കാൻ പോവാണ് ഗൈസ്. അത് ഏതൊക്കെ രീതിയിൽ എങ്ങനെയാണ് ഞാൻ വയ്ക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം ചിക്കൻ കറിക്ക് വേണ്ട മസാലയാണ് വേണ്ടത്. അപ്പം അതിനായിട്ട് നമ്മൾ കുക്കറിൽ കുറച്ച് എണ്ണ ഒഴിക്കുക. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കണം. അത് നമ്മൾ മിക്സിയിലെ ജാറിലിട്ടൊന്ന് ചതച്ചെടുത്തതാണ്. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഏകദേശം ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 5 സവാള ചോപ്പ് ചെയ്തത്, ഒരു തക്കാളി ആഡ് ചെയ്ത് കൊടുക്കണം. ഉപ്പ് ആഡ് ചെയ്യാം, കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കാം. ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ടെന്ന് പറഞ്ഞാൽ ഒന്നും കുഴപ്പമില്ല, കാരണം നമ്മൾ കുക്കറിൽ ഒരുമിച്ചിട്ടാണ് വേവിക്കുന്നത് കൊണ്ട് സവാള വഴറ്റിയിട്ട് തക്കാളി ഇട്ട് വഴറ്റാൻ വേണ്ടി വെയിറ്റ് ചെയ്യട്ടെ. നമുക്ക് ഒരുമിച്ച് തന്നെ എല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്യാം. ഈ ഗ്രാമ്പു, തക്കോലം, ഏലക്ക, പട്ട ഇത് ഇത്രയും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാമേ. ഇതിലേക്ക് പെരിഞ്ചീരകം, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല തീർന്നു ഗൈസ്. അപ്പം നമുക്കതും കൂടെ ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി 1.5 ടേബിൾ സ്പൂൺ, മുളക് പൊടി 2 സ്പൂൺ. ഇത് ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ യൂസ് ചെയ്തത്. എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കണേ. ഇതിലേക്ക് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. കുറച്ച് മല്ലിയില ഇടാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നമ്മൾ അരച്ചെടുത്ത ആ ജാറിലെ വെള്ളമാണ്. അതിലൊരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് എടുത്തിട്ട് നമുക്ക് ഈ കുക്കറിലോട്ട് ഒഴിക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കുക്കർ അടച്ച് വെച്ച് ഒരു 5 വിസിലെങ്കിലും കേൾപ്പിക്കണം. ഒരു 5 വിസിൽ കേട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ അവിയെല്ലാം മാറി നമ്മുടെ കറി മസാല, ചിക്കൻ്റെ മസാല എല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ. കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ടാണ് നമുക്ക് ഇത്രയും കളർ കിട്ടിയത്. അതാകുമ്പോൾ എരിവും കുറവായിരിക്കും, കളറും കാണും, കൊച്ചിനൊക്കെ കഴിക്കാനും പറ്റും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അടുപ്പത്തോട്ട് ഒരു ഉരുളി വെക്കണം. എന്നിട്ട് ഉരുളി ചൂടായതിന് ശേഷം ഈ വേവിച്ച് വെച്ച മസാല നമ്മൾ ഇതിലോട്ട് ഒഴിക്കണം. സവാളയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ആ കുക്കറിൽ തന്നെ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് നന്നായിട്ട് കഴുകി ആ മസാലയിലോട്ട് ഒഴിച്ച് കൊടുക്കണം. കുറച്ച് ഉപ്പിൻ്റെയും കൂടെ ഒരു ആവശ്യമുണ്ട് ഗൈസ്. ഇപ്പം ഉപ്പ് കറക്റ്റാണ്, പക്ഷെ നമ്മൾ ചിക്കനൊക്കെ ഇട്ട് വരുമ്പം ഉപ്പ് കുറവായിരിക്കും. അതുകൊണ്ട് 1 സ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തായിരുന്നേ. ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കന് പകരം മുട്ട അവിച്ചിടുകയാണെങ്കിൽ അത് മുട്ടക്കറിയായി ഗൈസ്. സംഭവം എന്തായാലും രണ്ടിന് സൂപ്പറാണ്. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് ചിക്കൻ കഴുകി വെച്ചത് ഇടാം. മസാല നന്നായിട്ട് തിളച്ച് തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്ത് ആ ഗ്രേവിയിലോട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അത് കഴിഞ്ഞ് അടച്ച് വെച്ച ശേഷം ഒരു 15 മിനിറ്റെങ്കിലും ഹൈ ഫ്ലെയിമിൽ നന്നായിട്ടിട്ട് തിളപ്പിക്കണം. ഏകദേശം 15 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ കറി തിളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ട്. ഇപ്പം ചിക്കനൊക്കെ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് മല്ലിയില, ക്യാപ്സിക്കം, കറിവേപ്പില ഇതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ക്യാപ്സിക്കം ഓപ്ഷണലാണ്. അതിനുശേഷം കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഒരുപാട് ഇളക്കരുത്, ചിക്കൻ പൊടിയുള്ള ചാൻസ് കൂടുതലാണ്. ഇനി ഇത് അടച്ച് വെച്ച് കുറഞ്ഞത് ഒരു 20 മിനിറ്റെങ്കിലും ലോ ഫ്ലെയിമിലിട്ട് വേവിക്കണം. അത് കഴിഞ്ഞിട്ട് ഈ കറി ഒരു കൺസിസ്റ്റൻസിയിൽ വേണമെന്നുള്ളവർക്ക് നമുക്ക് ഇപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇല്ലാത്തവർക്ക് അടച്ച് വെച്ച് കുറച്ചും കൂടി കറി തിക്കാവും വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ ബീഷപ്പാണ് കേട്ടോ ഉണ്ടാക്കിയതല്ല മേടിച്ചതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ താങ്ക് യു, ബൈ ബൈ.